1 ദിനവൃത്താന്തം അധ്യായം 17. നാഥാന്റെ പ്രവചനം. ദാവീദ് കൊട്ടാരത്തിൽ വസിക്കുമ്പോൾ പ്രവാചകനായ നാഥാനോട് പറഞ്ഞു, ഞാൻ ദേവദാരു നിർമ്മിതമായ കൊട്ടാരത്തിൽ വസിക്കുന്നു, എന്നാൽ കർത്താവിന്റെ പേടകം കൂടാരത്തിലാണ്. നാഥാൻ ദാവീദിനോട് പറഞ്ഞു, നീ വിചാരിക്കുന്നത് പോലെ ചെയ്യുക, ദൈവം നിന്നോട് കൂടെയുണ്ട്. എന്നാൽ ആ രാത്രിയിൽ കർത്താവ് നാഥാനോട് അരുളി ചെയ്തു, എന്റെ ദാസനായ ദാവീദിനോട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്ക് വസിക്കാൻ നീ ആലയം പണിയുകയില്ല. ഇസ്രായേലിനെ നയിക്കാൻ തുടങ്ങിയതു മുതൽ ഇന്നുവരെ ഞാൻ ആലയത്തിൽ വസിച്ചിട്ടില്ല. കൂടാരത്തിൽ നിന്ന് കൂടാരത്തിലേക്കും ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്കും ഞാൻ സഞ്ചരിച്ചു. ഇസ്രായേലിനോട് കൂടെ സഞ്ചരിക്കുമ്പോൾ എപ്പോഴെങ്കിലും എൻ്റെ ജനത്തെ മേയിക്കാൻ നിയോഗിച്ച ഇസ്രായേൽ ന്യായാധിപന്മാരിൽ ആരോടെങ്കിലും എനിക്ക് ദേവദാരു കൊണ്ട് ആലയം പണിയിക്കാത്തത് എന്തുകൊണ്ട് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടോ? എൻ്റെ ദാസനായ ദാവീദിനോട് നീ പറയണം, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ആടുമേയിച്ചു നടന്ന നിന്നെ എൻ്റെ ജനമായ ഇസ്രായേലിനു രാജാവായി ഞാൻ തിരഞ്ഞെടുത്തു. നീ പോയിടത്തെല്ലാം ഞാൻ നിന്നോട് കൂടെയുണ്ടായിരുന്നു. നിന്റെ മുൻപിൽ നിന്ന് ശത്രുക്കളെയെല്ലാം ഞാൻ ഛേദിച്ചു കളഞ്ഞു. ഞാൻ നിന്നെ ഭൂമിയിലെ എല്ലാ മഹാന്മാരെയും കീർത്തിമാനാക്കും. എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാനൊരു സ്ഥലം നിശ്ചയിക്കും. സ്വന്തം സ്ഥലത്ത് അവർ സ്വൈര്യമായി വാസമുറപ്പിക്കും. ഇസ്രായേലിനെ ഭരിക്കാൻ ന്യായാധിപന്മാരെ നിയമിച്ച ആദ്യകാലത്തെന്ന പോലെ അക്രമികൾ ഇനി അവരെ നശിപ്പിക്കുകയില്ല. നിന്റെ ശത്രുക്കളെ ഞാൻ കീഴ്പ്പെടുത്തും. കൂടാതെ ഞാൻ നിനക്കൊരു ഭവനം പണിയും. നീ ആയുസ് പൂർത്തിയാക്കി പിതാക്കന്മാരോട് ചേരുമ്പോൾ നിന്റെ പിൻഗാമിയായി നിന്റെ മക്കളിൽ ഒരുവനെ തന്നെ ഞാൻ ഉയർത്തുകയും അവന്റെ രാജ്യം സുസ്ഥിരമാക്കുകയും ചെയ്യും. അവൻ എനിക്ക് ആലയം പണിയും. അവന്റെ സിംഹാസനം ഞാൻ എന്നേക്കും നിലനിർത്തും. ഞാൻ അവന് പിതാവായിരിക്കും, അവൻ എനിക്ക് പുത്രനും. നിന്റെ മുൻഗാമിയിൽ നിന്ന് എന്ന പോലെ ഞാൻ എൻ്റെ സ്നേഹം അവനിൽ നിന്ന് പിൻവലിക്കുകയില്ല. ഞാൻ അവനെ എൻ്റെ ഭവനത്തിലും എൻ്റെ രാജ്യത്തിലും എന്നേക്കും ഉറപ്പിക്കും. അവന്റെ സിംഹാസനം എന്നും നിലനിൽക്കും. ഈ ദർശനവും വാക്കുകളും നാഥാൻ ദാവീദിനെ അറിയിച്ചു. അപ്പോൾ ദാവീദ് രാജാവ് അകത്തുപോയി കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നു പറഞ്ഞു, കർത്താവായ ദൈവമേ, അവിടുന്ന് എന്നെ ഈ നിലയിലെത്തിക്കാൻ ഞാനോ എൻ്റെ കുടുംബമോ എന്തുള്ളൂ? ദൈവമേ, അവിടത്തേക്ക് ഇത് നിസ്സാരമായിരുന്നു. ഈ ദാസന്റെ കുടുംബത്തിന് വരാൻ പോകുന്ന കാര്യങ്ങൾ കൂടി അവിടുന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. വരാനിരിക്കുന്ന തലമുറകളെ അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അങ്ങ് ഈ ദാസന് നൽകിയ ബഹുമാനത്തെക്കുറിച്ച് ദാവീദിന് ഇനി എന്തു പറയാൻ കഴിയും? ഈ ദാസൻ അവിടുന്ന് അറിയുന്നുവല്ലോ. കർത്താവെ, ഈ ദാസന് വേണ്ടി വലിയ കാര്യങ്ങളെല്ലാം അവിടുന്ന് സ്വമനസാ ചെയ്തിരിക്കുന്നു. അവ പ്രസിദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു. കർത്താവെ, അങ്ങയെപ്പോലെ മറ്റൊരു ദൈവത്തെപ്പറ്റി ഞങ്ങൾ കേട്ടിട്ടില്ല. അങ്ങല്ലാതെ വേറെ ദൈവമില്ല. അവിടുത്തെ ജനമായ ഇസ്രായേലിനെ പോലെ ഭൂമിയിൽ വേറെ ഏതു ജനമുണ്ട്? അങ്ങ് ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വന്തം ജനമാക്കി. മഹാത്ഭുതങ്ങളും കൊടും ചെയ്തികളും വഴി അവരുടെ മുൻപിൽ നിന്ന് ജനതകളെ നിർമ്മാർജ്ജനം ചെയ്ത് മഹത്വം ആർജിച്ചു. കർത്താവെ, അങ്ങ് ഇസ്രായേലിനെ എന്നേക്കും അങ്ങയുടെ ജനമായി തിരഞ്ഞെടുത്തു. അങ്ങ് അവർക്ക് ദൈവമായി തീർന്നു. കർത്താവെ, ഈ ദാസനെയും കുടുംബത്തെയും സംബന്ധിക്കുന്ന അങ്ങയുടെ വാക്ക് എന്നേക്കും നിലനിൽക്കട്ടെ. അരുളി ചെയ്തതുപോലെ അവിടുന്ന് പ്രവർത്തിക്കണമേ. അങ്ങയുടെ നാമം എന്നേക്കും നിലനിൽക്കുകയും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവാണ് ഇസ്രായേലിന്റെ ദൈവമെന്ന് ഉദ്ഘോഷിക്കപ്പെടുകയും ചെയ്യട്ടെ. അങ്ങയുടെ ഈ ദാസന്റെ ഭവനം എന്നേക്കും അങ്ങയുടെ മുൻപിൽ നിലനിൽക്കട്ടെ. എൻ്റെ ദൈവമേ, അവിടുന്ന് ഈ ദാസന് വേണ്ടി ഒരു ഭവനം പണിയുമെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഈ ദാസൻ ധൈര്യപ്പെടുന്നു. കർത്താവെ, അങ്ങാണു ദൈവം. ഈ ദാസൻ ഈ വലിയ നന്മകൾ അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ആകയാൽ അവിടുത്തെ ദാസന്റെ ഭവനത്തെ അനുഗ്രഹിക്കാൻ തിരുമനസ്സാകണമേ. അങ്ങനെ അതെന്നും അവിടുത്തെ മുൻപിലായിരിക്കട്ടെ. എന്തെന്നാൽ കർത്താവെ, അങ്ങ് അനുഗ്രഹിച്ചത് എന്നേക്കും അനുഗ്രഹീതമായിരിക്കും. അധ്യായം 18. ദാവീദിന്റെ യുദ്ധങ്ങൾ. ദാവീദ് ഫിലിസ്ത്യരെ തോൽപ്പിച്ചു. അവരിൽ നിന്ന് ഗത്തും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും പിടിച്ചെടുത്തു. പിന്നീട് മൊവാബിനെ തോൽപ്പിച്ചു. മൊവാബിയർ ദാവീദിന്റെ ദാസന്മാരായി തീർന്ന് കപ്പം കൊടുത്തു. സോബ രാജാവായ ഹദദേസർ യൂഫ്രട്ടീസ് വരെ അധികാരം വ്യാപിപ്പിക്കാൻ ഉദ്യമിച്ചപ്പോൾ ഹമാത്തിൽ വെച്ച് ദാവീദ് അവനെ തോൽപ്പിച്ചു. ദാവീദ് അവന്റെ 1000 രഥങ്ങൾ, 7000 കുതിരപ്പടയാളികൾ, 20,000 കാലാളുകൾ എന്നിവ പിടിച്ചെടുത്തു. 100 രഥങ്ങൾക്ക് വേണ്ട കുതിരകളെ എടുത്ത് ബാക്കി കുതിരകളുടെ കുതിഞ്ഞരമ്പ് ഛേദിച്ചു കളഞ്ഞു.
ദമാസ്കസിലെ സിറിയാക്കാർ സോബാ രാജാവായ ഹദദേസറിന്റെ സഹായത്തിനെത്തി. എന്നാൽ ദാവീദ് 20,000 സിറിയാക്കാരെ കൊന്നൊടുക്കി. സിറിയയിലും ദമാസ്കസിലും ദാവീദ് കാവൽ പട്ടാളത്തെ നിയോഗിച്ചു. സിറിയാക്കാർ ദാവീദിന്റെ ദാസന്മാരായി തീരുകയും കപ്പം കൊടുക്കുകയും ചെയ്തു. ദാവീദ് പോയിടത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകി. ഹദദേസറിന്റെ ഭടന്മാരുടെ പൊൻപരിചകൾ ദാവീദ് ജെറുസലേമിലേക്ക് കൊണ്ടുപോന്നു. ഹദദേസറിന്റെ നഗരങ്ങളായ തിബാത്തിൽ നിന്നും കൂനിൽ നിന്നും ദാവീദ് ധാരാളം പിച്ചളയും കൊണ്ടുവന്നു. അതുപയോഗിച്ചാണ് സോളമൻ ജലസംഭരണിയും സ്തംഭങ്ങളും പാത്രങ്ങളും ഉണ്ടാക്കിയത്. സോബാ രാജാവായ ഹദദേസറിന്റെ സൈന്യത്തെ ദാവീദ് തോൽപ്പിച്ചെന്ന് ഹമാത്തിലെ രാജാവായ തോവു കേട്ടു. ഹദദേസറിനെ പരാജയപ്പെടുത്തിയതിൽ അനുമോദിക്കാനും മംഗളങ്ങൾ ആശംസിക്കാനും ദാവീദിന്റെ അടുത്ത് തോവു തന്റെ മകൻ ഹദോറാമിനെ അയച്ചു. കാരണം തോവു ഹദദേസറുമായി കൂടെ കൂടെ യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. സ്വർണം, വെള്ളി, പിച്ചള എന്നിവ കൊണ്ടുള്ള ധാരാളം സമ്മാനങ്ങളും അവൻ ദാവീദിനു കൊടുത്തയച്ചു. ഏദോമിൽ നിന്നും മൊവാബിൽ നിന്നും അമോന്യർ, ഫിലിസ്ത്യർ, അമലേക്യർ എന്നിവരിൽ നിന്നും എടുത്ത പൊന്നിനോടും വെള്ളിയോടും കൂടെ അവയും ദാവീദ് രാജാവ് കർത്താവിന് സമർപ്പിച്ചു. സെരൂയായുടെ മകൻ അബിഷായി ഉപ്പുതാഴ്വരയിൽ വെച്ച് 18,000 ഏദോമ്യരെ വധിച്ചു. അവൻ ഏദോമിൽ കാവൽ പട്ടാളത്തെ നിയോഗിച്ചു. ഏദോമ്യർ ദാവീദിന്റെ ദാസന്മാരായി. ദാവീദ് പോയിടത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകി. ദാവീദ് ഇസ്രായേൽ മുഴുവന്റെയും രാജാവായി ഭരിച്ചു. ജനത്തിന് അവൻ നീതിയും ന്യായവും നടത്തിക്കൊടുത്തു. സെരൂയായുടെ മകൻ യോവാബ് സേനാധിപനും അഹിലൂദിന്റെ മകൻ യഹോശാഫാത്ത് നടപടി എഴുത്തുകാരനുമായിരുന്നു. അഹിത്തൂബിന്റെ മകൻ സാദോക്കും അബിയാദറിന്റെ മകൻ അബിമേലക്കും പുരോഹിതന്മാരും ശൗഷ കാര്യവിചാരകനുമായിരുന്നു. യഹോയാദായുടെ മകൻ ബനായ കെറേത്യരുടെയും പെലേത്യരുടെയും അധിപതിയും ദാവീദിന്റെ പുത്രന്മാർ രാജാവിന്റെ മുഖ്യ സേവകന്മാരുമായിരുന്നു. ദൈവമായ കർത്താവിന് സ്തുതി.